നമസ്കാരം സുഹൃത്തുക്കളെ. 1985 ജനുവരി 1 തീയതിയാണ് മലയാളം ദൂരദർശൻ തുടങ്ങുന്നത്. ഏകദേശം 5 വർഷത്തോളം, അതായത് 1980 സമയത്താണ് ഞങ്ങളുടെ വീട്ടിലെ TV വന്നത്. ഏകദേശം 5 വർഷത്തോളം ഹിന്ദി ദൂരദർശൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. അന്നൊന്നും ഈ നമ്മുടെ ഡിഷ് ആന്റിനയോ അല്ലെങ്കിൽ ഇതുപോലെ കേബിളോ ഒന്നുമല്ല, ആന്റിനയാണ്. അതിങ്ങനെ തിരിക്കും കിട്ടുന്നുണ്ടോ എന്നറിയാം. പലപ്പോഴും ഗ്രെയിൻസ് ആണ് ഫുള്ള്. അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ചാച്ച ഇങ്ങനെ പോയി തിരിക്കും. ആന്റിന തിരിച്ചൊക്കെയാണ്. അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു സംഭവമായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1985 മലയാളം ദൂരദർശൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ പലർക്കും ഒരു നൊസ്റ്റാൾജിയ ഉള്ള ഒരു സാധനമാണ് ഈ മലയാളം ദൂരദർശൻ തുടങ്ങിയ കാലഘട്ടം എന്ന് പറയുന്നത്. അന്നത്തെ ഓണപ്പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ സിനിമാ നടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്ന സമയമാണ് അതൊക്കെ. എല്ലാവരും ആൾക്കാരൊക്കെ അഭിനേതാക്കളൊക്കെ അന്നത്തെ അഭിനേതാക്കളൊക്കെ തന്നെ ആ ഒരു ദൂരദർശൻ പ്രോഗ്രാമിനകത്ത് ഓണപരിപാടി, ക്രിസ്മസ് പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്ന പല ചാനലിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ചാനലുകൾ മാറ്റി വെക്കാം. പക്ഷെ അന്നും അങ്ങനെ ഒരു സംഭവമില്ല. ഈ ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ന്യൂ ഇയർ കറക്റ്റ് 12 മണി വരെ ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ പ്രോഗ്രാംസ് വെക്കും ഈ ദൂരദർശൻ ചാനലും. ഈ പറഞ്ഞ പോലെ ഹിന്ദി ദൂരദർശനാണ് രാത്രി 12 മണി വരെ ആകുമ്പം ഈ ഹിന്ദി പാട്ടുകാരുടെയൊക്കെ നല്ല പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ കൗണ്ട് ഡൗൺ ഒക്കെ ഉണ്ട് ആ സമയത്ത്. 1 2 അല്ല 3 2 1 എന്ന് പറയുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമൊക്കെ. അതൊക്കെ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ന്യൂ ഇയറിനൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നിട്ട് 12 മണി ആകുമ്പോൾ ഉണ്ടല്ലോ ഈ ഫോണൊക്കെ ആയ സമയത്ത്, ഫോണൊക്കെ നമുക്ക് കിട്ടിയ സമയത്ത്, ഈ ലാൻഡ് ലൈനൊക്കെ കിട്ടിയ സമയത്ത് നമ്മുടെ കസിൻസൊക്കെ ഉറങ്ങി കിടക്കും. അവരെയൊക്കെ വിളിച്ചുണർത്തി ഹാപ്പി ന്യൂ ഇയർ പറയാൻ നിൽക്കുമ്പോൾ അവർ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ചുണർത്തിയാണ് ഹാപ്പി ന്യൂ ഇയർ പറയുന്നൊക്കെ പറഞ്ഞ ഒരു സന്തോഷമാണ്. അവർ ഉറന്നിരിക്കുന്നു പറഞ്ഞാൽ നമുക്ക് അത്ര സന്തോഷം കാണുകയില്ല. കാരണം നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്തോഷക്കുറവ് അതിനകത്തുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, 41 വർഷമായി പറഞ്ഞ പോലെ നമ്മുടെ ദൂരദർശൻ ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം എനിക്കതിനകത്ത് ദൂരദർശൻ ഓർമ്മ വരുമ്പം എനിക്ക് വരുന്ന കുറേ നല്ല സീരിയലുകളൊക്കെ അന്ന് കെ രാജീവ് എന്നൊക്കെ പറയുമ്പം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പുള്ളിയൊക്കെയാണ്. അതുപോലെ തന്നെ വേറൊരു മനുഷ്യനുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവരുടെ സീരിയലുമൊക്കെ നല്ല സ്റ്റാൻഡേർഡ് നല്ല രസമുള്ള സീരിയലുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കുത്തിയിരുന്ന് കാണും. അതുപോലെ ഈ വ്യാഴാഴ്ച ദിവസം ഈ നമ്മുടെ ചിത്രഗീതം വരാൻ വേണ്ടി നോക്കിയിരിക്കും. അന്നാണ് ഈ സിനിമാ പാട്ടുകൾ കാണാൻ പറ്റുന്നത്. വ്യാഴാഴ്ച ദിവസം മാത്രമാണ്. 7:30 8:30 ആയിരുന്നു. അതേപോലെ തന്നെ ബുധനാഴ്ച ദിവസം ചിത്രഹാർ, ഹിന്ദി പാട്ടുകൾ കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ചിത്രഹാർ കാണുമ്പോഴാണ്. അതേപോലെ തന്നെ എനിക്ക് ഓർമ്മയുള്ള, എപ്പോഴും എനിക്ക് ഒന്നുകൂടെ ഒന്ന് കണ്ടാൽ കൊള്ളാം എന്ന് ആഗ്രഹമുള്ള ഒരു സീരിയലാണ് കൈരളി വിലാസം ലോഡ്ജ്. അതിനകത്ത് നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ, ജഗന്നാഥ് വർമ്മ, ജഗദീഷ്, നെടുമുടി വേണു, എനിക്ക് തോന്നുന്നു സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ആ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പത്രം കിട്ടുന്ന സീനൊക്കെയാണ് എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത്. ഓരോരുത്തരും കടിച്ചു പറിച്ച് അവസാനം ഇതിൻ്റെ അറ്റം തപ്പി ഇതിൻ്റെ ബാക്കി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെല്ലുന്ന ഒരു ഭയങ്കര രസമുള്ള ഒരു സീരിയലായിരുന്നു. കുറേ ചെറുപ്പക്കാരൊരു ലോഡ്ജിൽ താമസിക്കുന്ന കുറേ കഥകളൊക്കെയാണ്. ഭയങ്കര കോമഡിയുള്ള ഒരു സീരിയലായിരുന്നു കൈരളി വിലാസം. നിങ്ങൾ ആരെങ്കിലും ആ സീരിയലിനെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ഞാൻ കണ്ടതാണ്. ദൂരദർശൻ 41 വർഷമായെന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന കഥകളാണിതൊക്കെ. ദൂരദർശൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ തുടങ്ങുന്ന അതിൻ്റെ ആ ശബ്ദമൊക്കെ, ആ ഒരു മ്യൂസിക്കൊക്കെ ഉള്ളത്, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു രോമാഞ്ചമായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ കാലത്ത് അതൊരു ഭയങ്കര സംഭവമല്ലേ മലയാളം ദൂരദർശൻ. പക്ഷേ പ്രശ്നം ഇതായിരുന്നു, അങ്ങനെ ഇപ്പം ഗ്രെയിൻസ് ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്കിപ്പോൾ ഈ ലൈൻ കട്ടാകുന്ന പോലെ അന്ന് ഗ്രെയിൻസ് വന്നിട്ട് ഒന്നും കാണാൻ, നമ്മൾ വലിയ പ്രതീക്ഷയിൽ എന്തെങ്കിലുമൊക്കെ കാണാനിരിക്കുമ്പോഴായിരിക്കും ഗ്രെയിൻസ് കാരണം ഒന്നും കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര രസകരമായ, അന്നത്തെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഭയങ്കര രസകരമായ കാര്യങ്ങളൊക്കെ അന്ന് നടന്നിട്ടുണ്ട് ഒക്കെ ഇങ്ങനെയാണ് അവസരത്തിൽ. പക്ഷേ എനിക്കിപ്പോൾ ദൂരദർശൻ്റെ കാര്യം ഓർത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന കുറച്ച് രസകരമായ അല്ലെങ്കിൽ സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാലത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ TV ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊക്കെ കാണാൻ സാധിച്ചു? അങ്ങനെയുള്ളവരൊക്കെ അയൽവക്കത്തെ വീട്ടിലൊക്കെ ഉള്ളടത്ത് പോയിരുന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ചില സംഭവങ്ങളൊക്കെ ഓരോരുത്തർ ഇറക്കി വിട്ട കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചാച്ച തിരിച്ച് നമ്മുടെ മുറ്റത്തോട്ട് TV തിരിച്ചു വെച്ച സംഭവങ്ങൾ വരെ ഉണ്ട് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ഓർമ്മയും സന്തോഷം തരുന്ന കുറച്ച് ഓർമ്മകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്ത് കൂടാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് വിഷയമല്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ സന്തോഷമായിരുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ.